ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ 8ാമത്തെ തോൽവിയാണ് ഇന്നലെ ഏറ്റുവാങ്ങിയത്. ജംഷഡ്പൂരിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവരോട് പരാജയപ്പെട്ടത്. പ്രതീക് ചൗധരി നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. കൂടുതൽ ആക്രമണങ്ങൾ പതിവ് പോലെ കൂടുതൽ ആക്രമണങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി ഉണ്ടാക്കിയെടുത്ത അവസരങ്ങൾ മുതലെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. ഫിനിഷിങ്ങിലെ അപാകതകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. ഏതായാലും ഇതേക്കുറിച്ച് ജംഷഡ്പൂരിന്റെ പരിശീലകനായ ഖാലിദ് ജമീലിനോട് ചോദിച്ചിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ കളിച്ചല്ലോ, എന്താണ് അതേക്കുറിച്ചുള്ള അഭിപ്രായം എന്നായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ തങ്ങൾ ഉദ്ദേശിച്ചത് തങ്ങൾക്ക് കിട്ടി, അഥവാ 3 പോയിന്റുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നും ബാക്കിയുള്ളതിന് പ്രസക്തിയില്ല എന്നുമാണ് ഖാലിദ് ജമീൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ മത്സരത്തിലെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിജയിച്ചുകൊണ്ട് 3 പോയിന്റുകൾ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളതിന് പ്രസക്തിയില്ല. ഈ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ എൻ്റെ താരങ്ങൾക്ക് നൽകുന്നു. കാരണം അവർ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആര് കളിക്കുന്നു ആര് കളിക്കുന്നില്ല എന്നുള്ളതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. താരങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു, അത് നല്ലൊരു കാര്യമാണ്. ഞങ്ങൾ തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതാണ് ജംഷഡ്പൂരിന്റെ പരിശീലകനായ ഖാലിദ് ജമീൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വിജയത്തോടു കൂടി ജംഷഡ്പൂരിന് പോയിന്റ് പട്ടികയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 4ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 12 മത്സരങ്ങളിൽ 7 വിജയങ്ങൾ നേടാൻ അവർക്ക് കഴിഞ്ഞു. 21 പോയിന്റാണ് ഇപ്പോൾ ഖാലിദ് ജമീലിന്റെ ശിഷ്യഗണത്തിന്റെ സമ്പാദ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.